മോളിവുഡിലെ ക്ലാഷ് റിലീസുകൾ പലപ്പോഴും സിനിമാ പേജുകളിൽ ചർച്ചയായി മാറാറുണ്ട്. സൂപ്പർ താരങ്ങളുടെ സിനിമകൾ തമ്മിലുള്ള ക്ലാഷും ജൂനിയർ താരങ്ങളുടെ ക്ലാഷും പലപ്പോഴും ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥിരം കാഴ്ചകളാണ്. എന്നാൽ സൂപ്പർ താരങ്ങളുടെ റിലീസിനോടൊപ്പം ചെറിയ സിനിമകൾ റിലീസ് ചെയ്യുന്നതും അപ്രതീക്ഷിതമായി വിജയം നേടുന്നതും വാർത്തയാകാറുണ്ട്. തന്നേക്കാൾ സീനിയറായിട്ടുള്ള മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ക്ലാഷിൽ തോൽപ്പിച്ച ചരിത്രമുള്ള നടനാണ് നിവിൻ പോളി. ഇരുവരുമായി ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയപ്പോഴെല്ലാം വിജയം നിവിന് തന്നെയായിരുന്നു. ഇരു താരങ്ങളും ഒന്നിച്ചെത്തിയ ഖലീഫയും ക്ലാഷിൽ മലത്തിയടിച്ചിരിക്കുകയാണ് നിവിൻ പോളി ഇപ്പോൾ. ഓണം റിലീസായി എത്തിയ ബെത്ലഹേം കുടുംബ യൂണിറ്റിന് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത്. ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ ഗംഭീര കളക്ഷൻ ബെത്ലഹേം കുടുംബ യൂണിറ്റ് നേടിക്കഴിഞ്ഞു. ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ചിത്രത്തിലേക്ക് വിറ്റുപോകുന്നത്. ഫസ്റ്റ് ഡേ കളക്ഷനും ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഖലീഫയെ മറികടന്നിട്ടുണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത്. ഖലീഫ ആദ്യ ദിനം 13.4 കോടി നേടിയപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് മിനിമം 16 കോടിക്ക് മേളിൽ ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ പൃഥ്വിരാജ്, മോഹൻലാൽ എന്നിവരുടെ ക്ലാഷിൽ നിവിൻ അപ്രമാദിത്വം തുടരുകയാണ്. 4 തവണ പൃഥ്വിരാജുമായി ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയ വിജയൻ നിവിനായിരുന്നു. 2014-ൽ 1983 ലണ്ടൻ ബ്രിഡ്ജ്, 2016-ൽ ആദം ജോണും ജോണുകളുടെ നാട്ടിൽ ഒരു ഇടവേളയും, 2019 ലവ് ആക്ഷൻ ഡ്രാമ ബെതേസ്ഡ എന്നിങ്ങനെയായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന ക്ലാഷ്. എല്ലാ തവണയും വിജയം നിവിൻ പോളിക്ക് ഒപ്പമായിരുന്നു. 2016-ൽ മോഹൻലാലിൻ്റെ വെളിപാടിൻ്റെ പുസ്തകവും 2019 ഇട്ടുമണിയും ക്ലാഷ് ഉണ്ടായിരുന്നെങ്കിലും നിവിൻ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു മോഹൻലാലിന്. കഴിഞ്ഞ മാസം ക്രിസ്മസിന് ഒരിക്കൽ കൂടി മോഹൻലാലിനെ നിവിൻ ക്ലാഷിൽ തീർത്തുവിട്ടു. വൻ ബജറ്റിലേക്ക് വൃഷഭെ ഫീൽ ഗുഡ് ചിത്രമായ സർവ്വമയം കൊണ്ട് നിവിൻ മറികടന്നു. പൃഥ്വിരാജ് നായകനായ ഖലീഫയിൽ മോഹൻലാൽ അതിഥി വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്.